എന്റെ വരക്കലും കുറിക്കലും ഒന്നും കഴിഞ്ഞില്ലേ? ഏ പൂവ് റെഡിയാവും വേഗം. മുഹൂർത്തം തെറ്റിച്ചിട്ടാണ് ആ കല്യാണത്തിന് അവിടെ എത്തല്. എന്തിനാണ് ഇതൊക്കെ ഇങ്ങനെ തേക്കണ ഇത്ര അധികം? സൗന്ദര്യമുള്ളവരിങ്ങനെ പല കാര്യങ്ങളും സൗന്ദര്യം ഈ ലിപ്സ്റ്റിക്കും ഐലൈനറും ഒന്നും ഇല്ലെങ്കിൽ കാണായിരുന്നു. എനിക്കൊക്കെ ഉണ്ടാകും ഒരു ഷർട്ട് ഒരു മുണ്ട് വേണ്ട. അത് തള്ളേനെ കെട്ടിക്കഴിഞ്ഞ പിന്നെ തന്തലുക്കിൽ ആർക്കും വേണ്ടല്ലോ. ഈ ചിലക്കാണ്ട വേഗം റെഡി ആവണ്ട. വേഗം റെഡി ആവത് പോവാൻ നോക്കുക. നീ എങ്ങണ്ടാണിത് നേരം വൈകിച്ചിട്ട്? അതെ ഇപ്പോഴും ഇരിക്കണ്ടാവുക കണ്ണാടിന്റെ മുമ്പില്. പോയി നോക്ക്. ഞാൻ നോക്കിട്ട് വരാം. അമ്മേ 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 ഈ അവിടെ കിടന്നിട്ട് തൊള്ള ഉറക്കാതെ ഇങ്ങോട്ട് വാടാ. ഒരുങ്ങൊന്നും വേണ്ട, കല്യാണത്തിന് പോണ്ടേ? ഇങ്ങനെ ഇരുന്നാ മതിയോ? എടാ ഞാൻ എത്ര നേരായി ഇവിടെ ഒരുങ്ങിയിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ പറയണ്ട ഒരുങ്ങിയിരിക്കുകയാണ്. എടാ നീ നിന്റെ ആ ഭാര്യ ഉണ്ടല്ലോ, ആ ശീലാവതിയോട് പോയിട്ട് ഒരുങ്ങിയോന്നൊന്ന് പോയി ചോദിച്ചു നോക്ക്. അവള് ഒരുങ്ങിയിട്ടുണ്ടാവും. അവള് കുളിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചു നോക്ക് ആദ്യം. എന്തൊരു കഥ, ഞാൻ നോക്കിയോട്ടെ. അതാദ്യം ചെല്ല്. ഞാൻ ഇവിടെ ഇതായിട്ട് ഇരിക്കുകയാണ് ഇവിടെ എത്ര നേരായി. എടി അമ്മ റെഡിയാണ്. റെഡി ആയിട്ട് അപ്പുറത്ത് കുത്തിരിക്കണ്. എപ്പ റെഡി ആയിരിക്കണ്? ഞാൻ എന്റെ മാത്രമേ കഴിയേണ്ടേ ഉള്ളൂ. മകനോട് കുറ്റം കൊടുത്തിട്ടുണ്ടാവൂലേ? എന്തൊരു പെണ്ണുങ്ങളുടെ മനസ്സാണിത്. പിന്നെ പെണ്ണല്ലാണ്ട് പിന്നെ പെണ്ണ് മനസ്സിലാതെ പിന്നെ വേറെ മനസ്സിൽ വരുമോ? എടി എന്തിനാ അമ്മേനെ എപ്പോഴും ഇങ്ങനെ കുറ്റം പറയണ്? നിങ്ങളുടെ തള്ളയുണ്ടല്ലോ, അത് വൃത്തികെട്ട ജന്മാ ജന്മം. പിന്നെ എങ്ങനെ പറയാതിരിക്ക? മകള് വരണം. ഇന്നപ്പൊ അമ്മ എന്താ പറഞ്ഞതെന്ന് അറിയോ? എന്ത് പറഞ്ഞു? അങ്ങനെ ചെയ്തില്ല, ഓള് ഇങ്ങനെ ചെയ്തില്ല, കുറ്റത്തുള്ള പറഞ്ഞിട്ടുണ്ടോ? ഒരു കുറ്റം പറഞ്ഞില്ല. ഈ എന്തായാലും അവള് റെഡി ആയോ നോക്ക്. കല്യാണത്തിന് പോകുമ്പോ അവൾക്ക് മുല്ലപ്പൂവും വേണമെങ്കിൽ ഒരു പട്ടുസാരിയും ഒക്കെ വാങ്ങിക്കൊടുക്കുന്നാ പറഞ്ഞത്. എപ്പോഴും ഇങ്ങനെ ഒരു പെണ്ണിന്റെ കൊനിഷ്ഠ ബുദ്ധിയിൽ ചിന്തിക്കരുത്, മനസ്സിലായ? നിങ്ങളുടെ അമ്മയോ? എന്റെ അമ്മ ഇപ്പൊ പറഞ്ഞേയുള്ളൂ എന്നോട്. ഞാൻ ചെന്ന് ചോദിച്ചപ്പോ അവള് റെഡി ആയോ നോക്കും മോനെ, അവൾക്ക് മുല്ലപ്പൂവും എന്തൊക്കെയാ വേണ്ടിച്ചാ വാങ്ങിക്കൊടുക്കാം, നമുക്ക് പോണ വഴിക്കിന്ന്. ഒന്നുകൂടെ വാ. അവൾ എന്നെ പറ്റി എന്താ പറഞ്ഞേ? നിന്റെ ഭാര്യ എന്നെ പറ്റി എന്തോ ഒരു കുറ്റം പറഞ്ഞു. അതെന്താ പറഞ്ഞേ? അവൾ എന്ത് കുറ്റം പറയാനാ? അമ്മേനെ അവൾക്ക് ഭയങ്കര ഇഷ്ടല്ലേ? അയ്യോ, നാവെടുത്ത് എന്റെ കുറ്റം പറയണം. അവൾ എന്തോ ഒന്നും പറയാതെ ഇരിക്കൂല. ഒന്നും പറഞ്ഞിട്ടില്ല അമ്മേ. അമ്മ ഒരുങ്ങിയിട്ടുണ്ടാവും. ഞാനിതാ ഒരുങ്ങി കഴിഞ്ഞു, നമുക്ക് ഒന്നിച്ചിറങ്ങാം, അമ്മേനെ കൂടുതൽ നേരം ഇവിടെ വെയിറ്റ് ചെയ്യിപ്പിക്കണ്ട, നടന്നു പോവാന്നൊക്കെയാണ് അവള് പറഞ്ഞത്. എടാ നീ ഉള്ള കാര്യം പറയേ. അവൾ അങ്ങനെയൊന്നും ആയിരിക്കൂല പറഞ്ഞു. അവൾ എന്നെ പറ്റി എന്തോ ഒരു കുറ്റം പറയാതെ ഇരിക്കൂല. പറയേ, അവൾ എന്താ പറഞ്ഞ എന്നെ കുറിച്ച്? അമ്മ എന്തിനാ അവളെങ്ങനെ ഏത് നേരം അവിശ്വസിക്കുന്നത്? രണ്ട് പെണ്ണുങ്ങൾ ചേർന്നാലുള്ള പ്രശ്നം ഉണ്ടല്ലോ, അതാണ് നിങ്ങളെ രണ്ടാളുടെ ഇടയിലുള്ളത്. ഒന്ന് അമ്മ, ഒന്ന് മോള്, മരുവള്. എന്തൊരു അവസ്ഥയാണിത്. അവളെന്താ പറഞ്ഞെന്നറിയോ? അമ്മയുടെ മുടിയൊക്കെ അങ്ങനെ ചെറുതായി നരച്ചു തുടങ്ങിയിട്ടുണ്ട്, നമുക്ക് അത് ഡൈ ചെയ്യിപ്പിക്കണം, അതിന് ബ്യൂട്ടി പാർലറിൽ അമ്മേനെ കൊണ്ടുപോകണം. പിന്നെ അമ്മ ഇനി മുതൽ സാരിയും മാക്സിയും ഒക്കെ ഒഴിവാക്കിയിട്ട് ചുരിദാർ ഇട്ടാൽ മതി, അമ്മയ്ക്ക് ഒരു 4 ചുരിദാർ വാങ്ങിക്കൊടുക്കണം, പ്രായം അധികം തോന്നരുത്, അമ്മേനെ ഇനി ഇങ്ങനെ അണിയിച്ചൊരുക്കി നടത്തണം എന്നൊക്കെയാണ് അവള് പറഞ്ഞത്. അത്രയും സ്നേഹത്തിൽ അവള് പറയുമ്പോ അമ്മ മാത്രം എന്താ ഇങ്ങനെ അവളെ കുറ്റം പറയുന്നത്? അങ്ങനെ പറഞ്ഞ്. അയ്യോ, ഇവള് പണ്ടേ അങ്ങനെ തന്നെയാണ്. എന്തേലും പ്രശ്നം ഉണ്ടായാലും പിന്നെ ഒരു പറച്ചില. അയ്യോ എന്റെ മരുമോള്. പിന്നെ പിന്നെ എന്റെ മോക്ക് നല്ല സാരി വാങ്ങിച്ചു കൊടുക്കണം. കണ്ടില്ല അവളുടെ ഒരു കോലം കണ്ടില്ല? അതൊന്നും പോരാ, നല്ല കുറച്ചുകൂടി വിലയുള്ളതൊക്കെ വാങ്ങിക്കണം. സമയം പോണു കല്യാണത്തിന് പോകാൻ. എന്താണ് വല്ലാത്തൊരവസ്ഥ. പണ്ടാറടങ്ങാൻ വേണ്ടിയിട്ട് ഒന്ന് സ്വന്തം അമ്മയായി പോയി, ഒന്ന് ഭാര്യ. എങ്ങനെ രണ്ട് പെണ്ണുങ്ങളുടെ ഇടയിൽ ജീവിക്കുക?